ഇപ്പോൾ തിരുവനന്തപുരത്തേക്കാണ് നമ്മൾ പോകുന്നത്. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യം നീക്കുന്നതിനിടയിൽ കാണാതായ റെയിൽവേ കരാർ ജീവനക്കാരൻ ജോയിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ 7ാം മണിക്കൂറിലും പുരോഗമിക്കുകയാണ്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് മാരായമുട്ടം സ്വദേശി ജോയിയെ കാണാതായത്. അഴുക്കുചാലിൽ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണ്, അപകടകരമാണ്, സാഹസികമാണ്. മുങ്ങൽ വിദഗ്ധർ ഓവുചാലിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനിടയിലെ തോട്ടിലെ മാലിന്യം നീക്കാൻ റെയിൽവേക്ക് നഗരസഭ നൽകിയ കത്ത് ഉൾപ്പെടെ പുറത്തു വരുന്നുണ്ട്. റിനു ശ്രീധരാണ് വിവരങ്ങളുമായി ചേരുന്നത്. റിനു, 7 മണിക്കൂറിലധികമായി ഒരു മനുഷ്യജീവൻ അവിടെ എവിടെ ഉണ്ട് എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ തിരച്ചിൽ തന്നെ നടത്തുന്നത്. സാഹസികമായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് അവിടെ അഗ്നിരക്ഷാ സേനയുടെ ഉൾപ്പെടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മാലിന്യം, ടൺ കണക്കിന് മാലിന്യം അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പല ലോഡുകൾ കൊണ്ടുപോയി കഴിഞ്ഞിട്ടും മാലിന്യത്തിൻ്റെ ഒരു ഭാഗം പോലും മാറി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നത്. നഗരസഭയ്ക്ക് മേൽ ആരോപണം വന്നപ്പോൾ തന്നെ മേയർ പറഞ്ഞിരുന്നു റെയിൽവേയാണ് ഉത്തരവാദികളെന്ന്. ഇപ്പോൾ ഈ നഗരസഭ നൽകിയിട്ടുള്ള കത്തുൾപ്പെടെ പുറത്തു വരികയാണ്. തീർച്ചയായും ബിനിൽ, രക്ഷാദൗത്യം ഏകദേശം 7 മണിക്കൂറോളം അടുക്കുന്നു എങ്കിൽ പോലും ഇന്ന് രാവിലെ 11 മണിക്കാണ് ഇവിടെ നിന്ന് കാണാതായത് മാരായമുട്ടം സ്വദേശി ജോയിയെ. അദ്ദേഹത്തിനെ കാണാൻ ഇതുവരെയും അല്ലെങ്കിൽ കണ്ടെത്താൻ ഇതുവരെയും ആയിട്ടില്ല എന്നുള്ളതാണ്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ സ്കൂബ ടീം അടക്കം കൃത്യമായി തന്നെ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അല്പസമയം വരെയും അവർ വലിയ രീതിയിൽ ഒരു ഇടപെടൽ നടത്തിയിരുന്നു. അല്പമൊന്ന് ഭക്ഷണം കഴിക്കാൻ പോയതിനു ശേഷം വീണ്ടും രക്ഷാദൗത്യത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഏകദേശം 100 മീറ്ററോളം ദൂരമുണ്ട് ഈ ടണൽ റെയിൽവേ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് എത്തുവാൻ. ഇതിൽ 30 മീറ്ററോളം ഇവർക്ക് കടക്കാനായി എന്നുള്ളതാണ്. ഈ 30 മീറ്റർ കടന്നിട്ടും മാലിന്യം മാത്രമായിരുന്നു കണ്ടെത്താനായത്. ജോയിയെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ്. അല്പമൊന്ന് വൈകിയാൽ രാത്രിയാകും. ലൈറ്റ് എല്ലാം സജ്ജീകരിച്ച് രാത്രിയും രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഏകോപനം നടത്തിയെങ്കിൽ പോലും രാത്രിയിൽ ഇവർക്ക് ഈ സ്കൂബ ഡൈവിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് ഫയർഫോഴ്സ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി വൈകിയാൽ ഈ രക്ഷാദൗത്യം നിർത്തിവെക്കേണ്ടതായി വരും എന്നുള്ളതാണ്. ഏകദേശം 7 മണിക്കൂറോട് അടുക്കുന്നു ജോയിയെ കാണാതായിട്ട്. അല്പസമയം മുമ്പാണ് വി ശിവൻകുട്ടി ഉൾപ്പെടെ ഇവിടെ എത്തി രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകിയത്. അദ്ദേഹം പറഞ്ഞത് നേരത്തെ തന്നെ റെയിൽവേ അധികൃതരെ ഈ മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടി നഗരസഭയടക്കം കത്ത് നൽകിയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ റെയിൽവേ അധികൃതർ അതനുസരിച്ചില്ല. എന്നാൽ നഗരസഭ നേരിട്ട് ഈ മാലിന്യം നീക്കം ചെയ്യാമെന്ന് അറിയിച്ചെങ്കിലും റെയിൽവേ കോമ്പൗണ്ടിലേക്ക് കയറാൻ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് സ്ഥിരീകരിക്കുന്ന ഒരു കത്താണ് നമ്മൾ ഇപ്പോൾ അല്പസമയം മുമ്പ് പുറത്ത് വിട്ടത്. അതായത് 19-ാം തീയതി, കഴിഞ്ഞ മാസം 19-ാം തീയതി ജനജീവിതം ദുസ്സഹമാകുന്നു എന്ന് കാട്ടി ഈ ആമയിഴഞ്ചാൻ തോട്ടിലെ ഈ റെയിൽവേ കോമ്പൗണ്ടിലുള്ള മാലിന്യം കൃത്യമായി നീക്കം ചെയ്യണമെന്നുള്ളൊരു നിർദ്ദേശം നൽകിയിരുന്നു നഗരസഭ റെയിൽവേ അധികൃതർക്ക്. പക്ഷേ റെയിൽവേ അധികൃതർ അതിന് തയ്യാറായില്ല എന്ന് വേണം. ആ കത്തടക്കം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. രാവിലെ തന്നെ മേയർ അറിയിച്ചതാണ് റെയിൽവേയുടെ ഭൂമിയാണ്, ഇവിടേക്ക് കയറാൻ കഴിയില്ല എന്നുള്ളതാണ്. അല്പസമയം മുമ്പ് വി ശിവൻകുട്ടി പറഞ്ഞൊരു കാര്യം, ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായി, റെയിൽവേയുടെ കരാർ ജീവനക്കാരൻ അപകടത്തിൽപ്പെട്ടു, അദ്ദേഹത്തിന് ഇതുവരെയും കണ്ടെത്താനായില്ല, എന്നിട്ട് പോലും റെയിൽവേയുടെ ഒരു ഉദ്യോഗസ്ഥർ പോലും ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. തിരുവനന്തപുരത്തെ 2 എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മാത്രമാണ് ഈ സംഭവ സ്ഥലത്തുള്ളത്. അല്ലാതെ ഉന്നത അധികൃതരോ ഉത്തരവാദിത്തപ്പെട്ടവരോ ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളൊരു ആശങ്കയും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും ജോയിയെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അശ്രാന്ത പരിശ്രമം ഫയർഫോഴ്സിന്റെയും നഗരസഭാ ജീവനക്കാരുടെയും അതുപോലെ തന്നെ പോലീസിന്റെയും നാട്ടുകാരുടെ അടക്കം പരിശ്രമം ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഈ മാലിന്യം ഇവിടെ നിന്ന് ഈ ടണലിലൂടെ അകത്തേക്ക് പോയിരിക്കുന്നതിനാൽ, ഡംപ് ചെയ്തിരിക്കുന്നതിനാൽ അത് നീക്കാതെ ഒരു രീതിയിലും രക്ഷാപ്രവർത്തനം നടത്തുവാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അതിനുശേഷമാണ് നഗരസഭയുടേതടക്കം വാഹനങ്ങൾ JCB അടക്കം എത്തിച്ചുകൊണ്ട് ഈ മാലിന്യം നീക്കം ചെയ്യുവാൻ വേണ്ടിയിട്ട് ആരംഭിച്ചത്. ഇവ ഏകദേശം 5 വാഹനത്തോളം മാലിന്യം ഇവിടെ നിന്ന് കൊണ്ടുപോയി എന്നുള്ളതാണ്. അതിനുശേഷവും നമുക്ക് ചിത്രത്തിൽ കൃത്യമായി കാണാൻ കഴിയും മാലിന്യ കൂമ്പാരം തന്നെയാണ് ഈ ടണലിലേക്ക്. ഈ ടണലിന്റെ ഉള്ളിൽ റെയിൽവേ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇതിന്റെ മധ്യഭാഗത്തുള്ള സ്ലാബ് അടക്കം ഇളക്കി മാറ്റിക്കൊണ്ടുള്ള ഒരു രക്ഷാദൗത്യം ശ്രമിച്ചെങ്കിൽ പോലും അത് വിജയിച്ചില്ല, പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അല്പസമയത്തിനകം സ്കൂബ ടീം വീണ്ടും ഇതിനെ അകത്തേക്ക് ഡൈവിംഗ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരണം അവർ നടത്തുകയാണ്. 2 റൗണ്ട് അവർ ഡൈവ് ചെയ്തു കഴിഞ്ഞു. പക്ഷേ 30 മീറ്ററോളം പോയെങ്കിലും ജോയിയെ കണ്ടെത്താനായില്ല എന്നുള്ള ആശാവഹമായിട്ടുള്ളൊരു കാര്യമായിരുന്നു അവർ പങ്കുവച്ചത്. വീണ്ടും അവർ പോകാനുള്ള സജ്ജീകരണം, തയ്യാറെടുപ്പുകൾ ക്രമീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതായാലും രാവിലെ 11 മണിയോടുകൂടിയാണ് അദ്ദേഹത്തെ കാണാതാകുന്നത്. അതിനുശേഷം ഇത്രയും മണിക്കൂർ നീണ്ടുനിന്ന രക്ഷാദൗത്യം
ഇടതടവില്ലാത്ത രക്ഷാദൌത്യം. പക്ഷേ അദ്ദേഹത്തെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് 11 മണിയോടുകൂടിയാണ് 3 പേരടങ്ങുന്ന സംഘം റെയിൽവേയുടെ കരാർ ജീവനക്കാർ റെയിൽവേയുടെ നിർദ്ദേശപ്രകാരം നഗരസഭ അറിയിച്ചതിനെ തുടർന്ന് ഈ ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ഈ മാലിന്യം നീക്കം ചെയ്യുവാൻ വേണ്ടി ഇറങ്ങുന്നത്. മേയർ അടക്കം പറഞ്ഞത് ഇന്ന് അവർക്ക് ഒരു ഷെഡ്യൂൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് റെയിൽവേ അധികൃതർ അറിയിച്ചത് എന്നാണ്. പിന്നെ എങ്ങനെ അവരിവിടെ എത്തി എന്നുള്ളത് അന്വേഷിക്കുമെന്നാണ് റെയിൽവേ അധികൃതരും പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഈ മാലിന്യം നീക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് വലിയൊരു മഴവെള്ളപ്പാച്ചിൽ വരുന്നതും ഈ 3 പേരും വെള്ളത്തിൽ അകപ്പെടുകയും അപകടത്തിൽപ്പെടുകയും ചെയ്തത്. തുടർന്ന് 2 പേരും കരയ്ക്ക് കയറിയെങ്കിലും ജോയിക്ക് കയറാനായില്ല. ജോയി ഒഴുക്കിൽപ്പെട്ട് മുങ്ങിത്താഴുന്നത് കണ്ടു എന്നുള്ളതാണ് ഒപ്പം ഉണ്ടായിരുന്നവർ പറഞ്ഞത്. എന്തായാലും മണിക്കൂറുകൾ പിന്നിടുമ്പോഴും രക്ഷാദൌത്യം ഊർജിതപ്പെടുത്തുന്നു. പക്ഷേ ഇനി അല്പം കൂടി കഴിഞ്ഞാൽ രാത്രിയാകും. രാത്രി വൈകിയാൽ രക്ഷാദൌത്യം ബുദ്ധിമുട്ടാകും എന്നുള്ളത് നേരത്തെ തന്നെ സ്കൂബ ടീമും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് ക്രമീകരണങ്ങൾ എന്നുള്ളത് നിലവിൽ ആലോചിച്ചു വരുന്നതേയുള്ളൂ. ജില്ലാ കളക്ടർ അടക്കം, മേയർ അടക്കം, മന്ത്രി അടക്കം, MLA-മാരടക്കം സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. ഇപ്പോഴും അവർ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്, ക്യാമ്പിൽ നിന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ റെയിൽവേയുടെ സഹായത്തോടു കൂടി തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോഴും റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥരാരും സ്ഥലത്തെത്തിയിട്ടില്ല എന്നുള്ളത് ആശാവഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അവരുടെ ഒരു കരാർ ജീവനക്കാരനാണ് ഈ ഒഴുക്കിൽപ്പെട്ട് അദ്ദേഹത്തെ കാണാതായിരിക്കുന്നത്. അദ്ദേഹം മരണപ്പെട്ടോ ജീവനോടെ ഉണ്ടോ എന്ന് പോലും നിലവിൽ നമുക്ക് കൃത്യമായി തന്നെ പറയാൻ കഴിയില്ല. അദ്ദേഹം ജീവനോടെ രക്ഷപ്പെട്ട് വരട്ടെ എന്നുള്ള ഒരു ആശ്വാസവാക്കൊക്കെ നമുക്ക് പറയാമെങ്കിൽ പോലും ഈ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് ആർക്കും പറഞ്ഞു വെക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും പിന്നിൽ രക്ഷാദൌത്യം പൂർണ്ണതോതിൽ നടക്കുന്നുണ്ട്. കൂടുതൽ ഏതെങ്കിലും രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ടോ എന്നുള്ളതടക്കം ആലോചിക്കുന്നുണ്ട്. കാരണം രാത്രി വൈകിയാൽ എന്ത് ചെയ്യാനാകും എന്നുള്ളതാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. എന്തായാലും ജോയിയെ കണ്ടെത്താനാകട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ബിനിൽ, റിനു ശ്രീധരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. റിനു, 7 മണിക്കൂറായി ഒരു മനുഷ്യൻ അതിനിടയിൽ ജീവനുണ്ടോ എന്ന് പോലും അറിയാത്ത വിധത്തിൽ കിടക്കുകയാണ്. എവിടെയാണ് എന്ന് കണ്ടെത്താൻ പോലും സാധിച്ചിട്ടില്ല. ജീവനുണ്ട് എന്ന പ്രതീക്ഷയോടെയാണ് നമ്മളെല്ലാവരും ആ മനുഷ്യൻ്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുന്നത്. നോക്കൂ, അത്രയും മലിനമായിട്ടുള്ള ജലത്തിൽ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇത്രയധികം മണിക്കൂറുകളായി ഈ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതും ജോയിയെ ജീവനോടെ പുറത്തെത്തിക്കാൻ വേണ്ടിയാണ്. കേരളം മുഴുവൻ കാത്തിരിക്കുന്നുണ്ട് ജോയി ജീവനോടെ തിരിച്ചെത്തിയെന്നുള്ള ആശ്വാസകരമായ വാർത്ത കേൾക്കുന്നതിന് വേണ്ടി. റിനു, ഇനിയിപ്പോൾ ഈ ദൗത്യത്തിലെ, ഈ രക്ഷാപ്രവർത്തന ദൗത്യത്തിലെ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് പ്രേക്ഷകർക്കായി ഒന്ന് വിവരിക്കാമോ? മാലിന്യം അവിടെ നിന്ന് മാറ്റി ഇനി എത്രത്തോളം മാലിന്യം ഇതിൻ്റെ ഉള്ളിലേക്കുണ്ടാകും? മാത്രമല്ല, അത് റെയിൽവേ പാളത്തിനടിയിലൂടെ പോകുന്ന ഒരു തോടാണ്, അല്ലെങ്കിൽ ഓവുചാലാണ്. അതിനിടയിൽ മാൻഹോളുകൾ ഉൾപ്പെടെ വരുന്നുണ്ട്. എന്തൊക്കെയാണ് രക്ഷാപ്രവർത്തനത്തിനിടയിൽ ബുദ്ധിമുട്ടാകാനുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ? തീർച്ചയായും പിന്നിൽ ഏകദേശം 11 മണി മുതൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. അപ്പോഴും വലിയ രീതിയിൽ തടസ്സമായി നിന്നത് മാലിന്യം തന്നെയായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ മാലിന്യങ്ങളെല്ലാം ഒഴുകി പാർവതി പുത്തനാറിലേക്ക് വന്നു പതിക്കുന്ന ആമയിഴഞ്ചാൻ തോട്, ഈ ആമയിഴഞ്ചാൻ തോടിന്റെ റെയിൽവേ ആരംഭിക്കുന്ന തിരുവനന്തപുരം സെൻട്രൽ KSRTCയുടെ തൊട്ട് മുന്നിലായി വലതുവശത്ത് ഇന്ത്യൻ കോഫി ഹൗസിന്റെ വശത്തു കൂടിയാണ് ഇത് ഒഴുകുന്നത്. ഇവിടെ കൃത്യമായി തന്നെ റെയിൽവേ സ്റ്റേഷനിൽ കമ്പിവേലി വെച്ചുകൊണ്ട് ഈ മാലിന്യങ്ങൾ ഡംപ് ചെയ്ത് കെട്ടി നിർത്തിയിരിക്കുന്നു ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെ ഈ മാലിന്യ കൂമ്പാരം ഉണ്ടായിരുന്നു. ഈ മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ് ജോയിയും സംഘവും ഇറങ്ങിയത്.